നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്യാബിനറ്റ് നൽകിയ ശുപാർശയ്ക്ക് അംഗീകാരം നൽകി ഗവർണർ. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ബജറ്റ് സമ്മേളനം നയപ്രഖ്യാപനത്തോടെ ഈ മാസം 25 മുതൽ വിളിച്ചു ചേർക്കണമെന്ന ആവശ്യമായിരുന്നു ക്യാബിനറ്റ് മുന്നോട്ട് വെച്ചത്. ഈ ഒരു ആവശ്യത്തിന് ശുപാർശയ്ക്ക് ഇപ്പോൾ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഓൺലൈനായാണ് ഗവർണർ അംഗീകാരം നൽകിയത്. ഡൽഹിയിലാണ് ഗവർണർ, അതുകൊണ്ടാണ് ഓൺലൈനായി അദ്ദേഹം അംഗീകാരം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം കൊച്ചിയിലും തൃശൂരും നടക്കുന്ന ചടങ്ങുകളിൽ ഗവർണർ പങ്കെടുക്കും. അതിനുശേഷം അദ്ദേഹം തലസ്ഥാനത്ത് തിരിച്ചെത്തും. ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം തുടങ്ങുന്ന 25-ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിന് ഗവർണറെ സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല. 18-ന് ശേഷം സ്പീക്കർ നേരിട്ടെത്തി ക്ഷണിക്കുമെന്നാണ് സൂചന. അതേസമയം ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി അടക്കം ലെജിസ്ലേറ്റീവ് അസംബ്ലി കാര്യപരിപാടിയിൽ മാറ്റം വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കാര്യോപദേശക സമിതി ചർച്ച ചെയ്യും. വരുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനത്തിൽ താൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്നും ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. ഗവർണർ സഞ്ചരിക്കുന്ന റൂട്ട് പോലീസ് മാറ്റുന്നത് അവരുടെ തീരുമാനമാണ്. പോലീസ് LDF സർക്കാരിന് കീഴിലാണ്. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നതും സർക്കാരിന്റെ ആളുകളാണ്. പിന്നെ എന്തിനാണ് ഈ നാടകം എന്നതടക്കമുള്ള പ്രതികരണം ഗവർണർ നടത്തിയതാണ്. സംസ്ഥാന സർക്കാരിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് ഫെബ്രുവരി 5-ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ധനമന്ത്രി KN ബാലഗോപാലാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഫെബ്രുവരി 4-ാം തീയതി ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മേശപ്പുറത്ത് വയ്ക്കും. ജനുവരി 25-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടങ്ങുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം മാർച്ച് 27 വരെ നീളുമെന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. ജനുവരി 29 മുതൽ ജനുവരി 31 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ച നടക്കും. പിന്നീട് ഫെബ്രുവരി 1-ന് തുടങ്ങുന്ന സമ്മേളനത്തിൽ ബജറ്റ് അവതരണത്തിന് ശേഷം ഫെബ്രുവരി 12-ാം തീയതി വീണ്ടും ചേരും. 14-ാം തീയതി വരെ ബജറ്റിന് മേലുള്ള ചർച്ചയായിരിക്കും. ഫെബ്രുവരി 15 മുതൽ 25 വരെ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളിക്കില്ല. ഫെബ്രുവരി 26 മുതൽ ബജറ്റ് മേലുള്ള വോട്ടെടുപ്പ് അടക്കം നടപടികൾ തുടരും. മാർച്ച് 1 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും നിയമസഭയിൽ വിവിധ ബില്ലുകൾ അവതരിപ്പിക്കുന്നത്. പുതുവർഷത്തിലെ ആദ്യ സമ്മേളനമാണ് ഈ മാസം അവസാനത്തോടെ തുടങ്ങുന്നത്. നവകേരള യാത്രയും പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലേക്ക് വരെ എത്തിയ വിവാദങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ സർക്കാരിനെതിരെ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വലിയ രീതിയിലുള്ള വാക്പോര് തുടരുകയാണ്. ഇത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ മാസം അവസാനത്തോടെ അറിയുവാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.